സാധാരണയായി നമുക്കിടയിൽ പൗരോഹിത്യം വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആശയമുണ്ട്. മുജാഹിദുകൾ എല്ലാവരോടും മുജ്തഹിദുകളാവാൻ പറയുന്നവരാണ്. മുജ്തഹിദുകൾ എന്ന് പറഞ്ഞാൽ ഗവേഷണം നടത്താൻ. നമ്മൾ ആരും മുജ്തഹിദുകളല്ല. നമ്മൾ ആരും ഇജ്തിഹാദ് നടത്താൻ പ്രാഗൽഭ്യമുള്ളവരല്ല. പക്ഷേ മുജ്തഹിദുകളായ ഈ അഇമ്മത്തുൽ അർബഅ അടക്കമുള്ള പണ്ഡിതന്മാരെ തിരുത്താൻ മാത്രം പ്രാഗൽഭ്യമുള്ള മറ്റു മുജ്തഹിദുകൾ മുസ്ലിം ലോകത്തുണ്ടായിട്ടുണ്ട്. ആ മുജ്തഹിദുകൾ ഇവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇമാം ഷാഫിഈക്ക് ആ വിഷയത്തിൽ പിഴച്ചു, ഇമാം മാലിക്കിന് ആ വിഷയത്തിൽ പിഴച്ചു, പ്രവാചകന്റെ ഹദീസ് ഇങ്ങനെയാണ് വന്നത് എന്ന് ഈ മുജ്തഹിദുകളായ പണ്ഡിതന്മാരെ അത്ര തന്നെ പ്രഗത്ഭരായ മറ്റു പണ്ഡിതന്മാര് അവരുടെ ശിഷ്യന്മാര് തിരുത്തുമ്പോൾ, ആ തിരുത്തിയതിന്റെ തെളിവും മറ്റും നമ്മൾ നേർക്കുനേരെ കാണുമ്പോൾ പിന്നീടും ആ അബദ്ധം സ്വീകരിക്കരുത് എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞത്. മറിച്ച് അവർ തിരുത്തപ്പെട്ട വിഷയത്തിൽ യാഥാർത്ഥ്യമുണ്ടെങ്കിൽ പ്രവാചകന്റെ സുന്നത്ത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ സുന്നത്തിലേക്ക് മാറണമെന്നുള്ളതാണ്. ഇമാം ഷാഫിഈയെ അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഇമാം നവവി തന്നെ, ശിഷ്യനെന്നല്ല അദ്ദേഹത്തിന്റെ മദ്ഹബിൽ പിന്നീട് കടന്നു വന്ന രണ്ടാം ഷാഫിഈ എന്നറിയപ്പെട്ട ഇമാം നവവി തന്നെ റഹിമഹുല്ലാ ഇമാം ഷാഫിഈയെ പല വിഷയത്തിലും തിരുത്തുന്നതായി, അദ്ദേഹത്തിന്റെ നിലപാടുകൾ മാറ്റിവെച്ച് ശരിയായ സുന്നത്തിന്റെ നിലപാടിലേക്ക് മടങ്ങുന്നതായി നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ ആ സത്യം ആര് പറഞ്ഞാലും ആ സത്യത്തിന്റെ കൂടെ മാത്രമേ പ്രവാചകന്റെ അനുയായികൾ മുസ്ലിം ഉമ്മത്ത് നിൽക്കാൻ പാടുള്ളൂ.